Hello all, welcome to the lecture series on real analysis or basic mathematical analysis. So hope you enjoy it. I hope that you have already watched the previous videos, and this is the second part of the video. We will discuss in this section chapter 2, the real numbers. Hope you'd enjoy it. So let's start. So we are going to discuss chapter 2, the real numbers, from the text Introduction to Real Analysis by Robert G. Barthel. Okay, this section will be helpful for your 5th semester course Basic Mathematical Analysis at Calicut University. This is basic real analysis. Okay, so in the previous section we have discussed what are all the contents in this chapter. There are mainly 5 sections, and in the previous lecture we were discussing about this section 2.1 algebraic and order properties, and we have completed the algebraic properties of real numbers. Now we are moving on to the order properties of real numbers. Okay. So section 2.1.5, the order properties of real numbers. The property says this statement. Okay, property says that there is a non-empty subset P of R called the set of positive real numbers that satisfies the following properties. Okay, order properties of real numbers പറയുന്നത് എന്താണ്? There exists or there is a non-empty subset P of R. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് ഒരു നോൺ എംറ്റി ആയ, എംറ്റി അല്ല, അപ്പം നൾ സെറ്റ് അല്ലാത്ത, നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 5, അത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അതല്ലാത്ത നോൺ എംറ്റി ആയിട്ടുള്ള, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റും ആവാം, അങ്ങനെ നോൺ എംറ്റി ആയിട്ടുള്ള ഒരു സബ്സെറ്റ് പി എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് പി എന്നുള്ളൊരു നോൺ എംറ്റി സബ്സെറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് വി കോൾ ദിസ് P as set of all positive real numbers, set of all positive real numbers, and it satisfies the following properties. ഏതൊക്കെയാണ്? 3 പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സബ്സെറ്റ്, നോൺ എംറ്റി സബ്സെറ്റ് P, സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോൺ എംറ്റി സബ്സെറ്റ് P ഉണ്ട്, റിയൽ നമ്പേഴ്സിന് ഒരു സബ്സെറ്റ് ഉണ്ട്. അതാണ് ഓർഡർ പ്രോപ്പർട്ടീസ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഏതൊക്കെ? ഈ 3 പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് if AB belongs to P then A plus P belongs to P. അതായത് എ ബി എന്നുള്ള 2 റിയൽ നമ്പർ പി എന്നുള്ള സബ്സെറ്റിലുണ്ട്. അതായത് എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ their sum A plus P is also a positive real number. Then next property says എന്താണ്? എ ബി 2 റിയൽ നമ്പർ ഉണ്ട്, പോസിറ്റീവ് റിയൽ നമ്പർ ആണ്, പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി, അവയുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതും പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ ബി എന്നുള്ള 2 റിയൽ നമ്പേഴ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ, അഥവാ പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ 2 പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താൽ അതിൻ്റെ സമ്മും പ്രൊഡക്റ്റും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും എന്നാണ് ആദ്യത്തെ 2 പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ പ്രോപ്പർട്ടി, ഓർഡർ പ്രോപ്പർട്ടീസിലെ 3ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്നാണ് ഇതിൻ്റെ പേര്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് നോക്കാം. അപ്പം പ്രോപ്പർട്ടി എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് എ ബിലോങ്സ് ടു ആർ, ഒരു എ എന്നുള്ള റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ദെൻ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് ഹോൾഡ്സ് എന്നാണ് പറയുന്നത്. അതായത് എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുത്താൽ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൽ 3എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നടന്നിരിക്കണം. ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, പക്ഷെ അത് നിർബന്ധമായിരിക്കണം. ഓക്കെ, അപ്പോൾ എ എന്നുള്ള റിയൽ നമ്പർ എടുത്താൽ ഒന്നെങ്കിൽ അത് പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ സെറ്റിലുണ്ടാവും, എ ബിലോങ്സ് ടു പി, അപ്പോൾ അതെന്താണ്? പോസിറ്റീവ് റിയൽ നമ്പറാണ്. അല്ലെങ്കിൽ എ ഈക്വൽ ടു 0, എ ഒരു 0 എന്നുള്ള റിയൽ നമ്പറാണ്. അല്ലെങ്കിൽ മൈനസ് എ ബിലോങ്സ് ടു പി, ഒരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ സെറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ എടുക്കുന്ന എ എന്താവും? നെഗറ്റീവ് റിയൽ നമ്പർ ആവണം അല്ലേ? അപ്പം നോക്കിയേ, ഒരു റിയൽ നമ്പറിൻ്റെ സെറ്റ് നമ്മൾ എടുത്തു. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിനെ ഈ പ്രോപ്പർട്ടി എന്താണ്? 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആക്കി മാറ്റുകയാണ്.
പോസിറ്റീവ് റിയൽ നമ്പർ, 0, നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് ആക്കി മാറ്റുകയാണ്. കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്ത 3 സബ്സെറ്റ്സ് ആക്കി മാറ്റുകയാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിനെ ഈ പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിനെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട്. കുറച്ച് കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്ന് എന്താണ്? എ ബിലോങ്സ് ടു പി. ഒരു റിയൽ നമ്പർ ഉണ്ട്, അത് പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആവുമല്ലോ. ശരിയാണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് പറഞ്ഞാൽ 0-നേക്കാളും കൂടിയ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ എ പോസിറ്റീവ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഇനി എ ബിലോങ്സ് ടു പി യൂണിയൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ സെറ്റും യൂണിയൻ 0 കൂടിയും വരുമ്പം നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എ എന്നുള്ള റിയൽ നമ്പർ നോൺ നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി -a ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എ ലെസ് ദാൻ 0 ആണ്, എ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി നെഗറ്റീവ് ആണെന്ന് പറയാം. ഇനി -a ബിലോങ്സ് ടു പി യൂണിയൻ 0 ആണെന്നുണ്ടെങ്കിലോ, അതായത് ഒരു നമ്പറിൻ്റെ നെഗറ്റീവ് ഒന്നെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ട് അല്ലെങ്കിൽ 0-ലുണ്ട്. അപ്പോൾ ആ നമ്പർ എന്തൊക്കെ ആവാം? പീൻ്റെ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ എ എന്നുള്ളത് നെഗറ്റീവ് റിയൽ നമ്പർ ആവാം, അല്ലെങ്കിൽ 0 ആവാമല്ലോ, കാരണം 0ൻ്റെ നെഗറ്റീവ് 0 തന്നെയാണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ഒരു -a ബിലോങ്സ് ടു പി യൂണിയൻ സെറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയും. എ നോൺ പോസിറ്റീവ് ആണെന്ന് പറയാം. നെഗറ്റീവ് ആണെന്നല്ല, നോൺ പോസിറ്റീവ് എന്നാണ് പറയാം നമ്മൾ. ഓക്കെ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 0 അതിലുണ്ടാവില്ല, 0 കൂടി വരുമ്പോൾ നോൺ പോസിറ്റീവ് എന്നാണ് വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? ഓർഡർ പ്രോപ്പർട്ടീസ് എന്താണ്? ബേസിക് ഓർഡർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിന് പി എന്നുള്ളൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിട്ട് സാറ്റിസ്ഫൈസ് ഫോളോയിങ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് 3 പ്രോപ്പർട്ടി ഉണ്ട്. അതായത് 2 റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താൽ സമ്മും പ്രൊഡക്റ്റും പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടാവും. പിന്നെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടിയാണ്. എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുത്താൽ ഒന്നെങ്കിൽ എ ബിലോങ്സ് ടു പി, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0, അല്ലെങ്കിൽ -a ബിലോങ്സ് ടു പി. ഈ 3 പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്താ, നോൺ നെഗറ്റീവ് എന്താ, സ്ട്രിക്ട്ലി നെഗറ്റീവ് എന്താ, നോൺ പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നോക്കാം. സോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞത് ഓർഡർ പ്രോപ്പർട്ടീസ് ആയിരുന്നു. റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓർഡർ പ്രോപ്പർട്ടീസ് ആയിരുന്നു പറഞ്ഞത്. അതിൽ നമ്മൾ റിയൽ നമ്പറിന് ഒരു സബ്സെറ്റ് പി ഉണ്ട്, സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് എലമെൻസിൻ്റെ ഒരു സെറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോഷൻ ഓഫ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ 2 റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അതായത് ഇപ്പം എ ബി എന്നുള്ള 2 റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ് എപ്പോഴാണെന്നൊക്കെ നമുക്ക് സ്കൂളിൽ പഠിച്ച കാര്യമാണ്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണൊക്കെ. ഇനീക്വാലിറ്റീനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. അപ്പോൾ അതിൽ നോഷൻ ഓഫ് ഇനീക്വാലിറ്റി എന്താണെന്നൊക്കെ ഇനീക്വാലിറ്റി എന്താ, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്താ നമുക്കറിയാം. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത് സെറ്റ് ഓഫ് പോസിറ്റീവ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇല്ലേ, ഈ സെറ്റ് പീനെ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തില്ലേ ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അപ്പോൾ ഈ സെറ്റ് പീൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇനീക്വാലിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതേപോലെ ഇനീക്വാലിറ്റീൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 2.1.6 ഒരു ഡെഫിനിഷൻ ആണുള്ളത്. 2.1.6 അത് പറയുന്നത് എന്താ വെച്ചാൽ, വി ഹാവ് ലെറ്റ് എ ബി എലമെൻറ്റ്സ് ഓഫ് ആർ. അതായത് എ ബി എന്നുള്ള 2 റിയൽ നമ്പേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇഫ് എ മൈനസ് ബി ബിലോങ്സ് ടു പി. അതായത് എ ബിലോങ്സ് ടു പി ആണെങ്കിൽ, എ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാലോ. നമ്മൾ നോട്ടിൽ പറഞ്ഞതാണ്, ഓർഡർ പ്രോപ്പർട്ടീസിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട്സ് ആക്കി എഴുതിയിരുന്നു. എ ബിലോങ്സ് ടു പി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0, എ ബിലോങ്സ് ടു പി യൂണിയൻ സെറ്റ് 0 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നൊക്കെ. അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താണ്, എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ ദെൻ വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ലെസ് ദാൻ എ. ഇതാണ് നമ്മൾ ഇനീക്വാലിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് അല്ലേ. അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിന് നമുക്ക് ബീനെ ആഡ് ചെയ്യുക, 2 സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കിട്ടും. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് ബി ലെസ് ദാൻ എ എന്ന് എഴുതാം. ഇതൊരു ഡെഫിനിഷനാണ്.
ഇനി അടുത്ത പറയണത് എ മൈനസ് ബി ബിലോങ്സ് ടു പി യൂണിയൻ സെറ്റ് 0. അപ്പോൾ നമ്മളിവിടെ വെറും ഗ്രേറ്റർ ദാൻ ആയിരുന്നു, സ്ട്രിക്ട്ലി ആയിരുന്നു ഇനീക്വാളിറ്റി. അപ്പോൾ ഇവിടെ സ്ട്രിക്ട്നെസ് പോയിട്ട് ഓർ ഈക്വൽ ടു എന്ന് വരും. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നമ്മൾ സെറ്റ് പീനെ ഡിഫൈൻ ചെയ്തിരുന്നു ഓർഡർ പ്രോപ്പർട്ടീസിൽ. അത് വെച്ചിട്ട് നമ്മൾ ഇനീക്വാളിറ്റീനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതിൽ എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ എയും ബി റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ എന്ന് പറയാം. ഇനി എ മൈനസ് ബി ബിലോങ്സ് ടു പി യൂണിയൻ സെറ്റ് 0 ആണെങ്കിൽ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതും. ഇനി നമ്മൾ ഈ കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞ ഈ ഡെഫിനിഷനല്ലേ ഏത് ഇനീക്വാളിറ്റീൻ്റെ ഡെഫിനിഷൻ, അത് നമ്മൾ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്, എ എന്നുള്ള റിയൽ നമ്പർ എടുത്താൽ എയ്തർ ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈസ്, അതായത് എ ഗ്രേറ്റർ ദാൻ ബി എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആവും, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു പി എന്ന് പറയാം. അവിടെ അങ്ങനെ പറഞ്ഞല്ലേ. അപ്പോൾ എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എ ബിലോങ്സ് ടു പി, അതായത് എ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആവാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0, എ എന്താവാം 0 ആവാം, അല്ലെങ്കിൽ മൈനസ് എ ബിലോങ്സ് ടു പി, എ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ ആവാം. അപ്പോൾ ഇവിടെ എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇവിടെ പറഞ്ഞ മാതിരി എ മൈനസ് ബി ബിലോങ്സ് ടു പി ആവാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, എ ഗ്രേറ്റർ ദാൻ ബി എന്നല്ല എഴുതുക. ഇനി എ മൈനസ് ബി ഈക്വൽ ടു 0 ആവാം, അപ്പോൾ എ ഈക്വൽ ടു ബി എന്നാവും. ഇനി എ മൈനസ് ബിൻ്റെ മൈനസ്, അതായത് മൈനസ് ഓഫ് എ മൈനസ് ബി, അതായത് ബി മൈനസ് എ ബിലോങ്സ് ടു പി ആവും. അപ്പോൾ നമുക്ക് എ ലെസ് ദാൻ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താലേ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസുകൾ എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബിയും ബി ലെസ് ദാൻ ഈക്വൽ ടു എയും വിചാരിച്ചു. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് രണ്ട് റിയൽ നമ്പർ എടുക്കുക, എയും ബിയും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി, എ ആണ് വലുത്, ബി ചെറുതും. പക്ഷേ ഇവിടെ പറയുന്നത് ബി ആണ് ചെറുത്, എ വലുത്. അപ്പോൾ രണ്ടും കൂടി സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആവണം, അത് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റ്, രണ്ട് റിയൽ നമ്പർ എയും ബി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ മതി. എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബിയും ബി ലെസ് ദാൻ ഈക്വൽ ടു എയും. ഓക്കെ, അത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇനീക്വാളിറ്റിനെ ബേസിക്കായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് സെറ്റ് പി വെച്ചിട്ട്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അടുത്തത് എന്താ നോക്കാം. അടുത്ത് നമ്മൾ ചെയ്യണത് എന്താണ്, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ബേസിക് ഓർഡർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെറ്റ് പി ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇനീക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ റൂൾസ് ഓഫ് ഇനീക്വാളിറ്റിയാണ് ഫ്രം ബേസിക് ഓർഡർ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ പഠിച്ച ഓർഡർ പ്രോപ്പർട്ടീസ് 3 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. സെറ്റ് പീനെ ഡിഫൈൻ ചെയ്തിട്ട് 3 പ്രോപ്പർട്ടി പറഞ്ഞില്ലേ, സം ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പറും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. പിന്നെ അതേപോലെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി. അത് വെച്ചിട്ട് നമ്മൾ ഇനീക്വാളിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് തിയറം 2.1.7 ഒരു തിയറം ഉണ്ട്. എന്താണ്, ലെറ്റ് എ ബി സി ബി എനി എലമെൻറ്റ്സ് ഓഫ് ആർ. അത് എ ബി സി എന്നുള്ള 3 റിയൽ നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, എ ബിനേക്കാൾ വലുതാണ്, ബി സിനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയാം. എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എന്താണ്, ഒരു 3 എന്നുള്ള എലമെൻറ്റ്, 3 ഗ്രേറ്റർ ദാൻ 2, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 1 അല്ലേ. പക്ഷെ നമുക്കറിയാം എന്താണ്, 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. നമുക്ക് ഇനീക്വാളിറ്റി രണ്ട് സൈഡിലും ഒരു കോൺസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആഡ് ചെയ്യാം, സെയിം റിയൽ നമ്പറിനെ. ഇനി അടുത്ത സി പാർട്ട് പറയുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0. നമുക്കൊരു ഇനീക്വാളിറ്റി ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളൊരു ഇനീക്വാളിറ്റി ഉണ്ട്, സി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള അനദർ ഇനീക്വാളിറ്റി ഉണ്ട്. സി പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സി എ ഗ്രേറ്റർ ദാൻ സി ബി എന്ന് പറയാം. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഇനീക്വാളിറ്റീസിനെ കുറിച്ച്. ഇനി എ ഗ്രേറ്റർ ദാൻ ബി തന്നെ ഉണ്ട്, സി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ സി എ ലെസ് ദാൻ സി ബി ആണ്. അതായത് ഒരു ഇനീക്വാളിറ്റിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ റിവേഴ്സ് ആവും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിലും സൈൻ റിവേഴ്സ് ആവും. അതിലത്തെ ഒരു ലോയാണിത് അല്ലേ. ഇനി നമുക്ക് ഈ തിയറത്തിലെ ഓരോ പാർട്ടിനെയും 1 by 1 ആയിട്ട് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ എ പാർട്ട് എടുക്കുകയാണ്. എ പാർട്ട് എന്താ പറയുന്നത്, എ ഗ്രേറ്റർ ദാൻ ബി യു ആണ്,
ബി ഗ്രേറ്റർ ദാൻ സി യു ആണ്. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് എ മൈനസ് ബി ബിലോങ്സ് ടു പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ ബി ആവണമെങ്കിൽ എ മൈനസ് ബി എന്താവണം? പോസിറ്റീവ് റിയൽ നമ്പർ ആവണം. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ സി ആവണം. ബി ഗ്രേറ്റർ ദാൻ സി ആവണമെങ്കിൽ ബി മൈനസ് സി പോസിറ്റീവ് റിയൽ നമ്പർ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ബേസിക് ഓർഡർ പ്രോപ്പർട്ടീസ് എന്താ പറയുന്നത്? സം ഓഫ് ടു പോസിറ്റീവ് റിയൽ നമ്പർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എടുക്കുമ്പോൾ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസലായി പോയിട്ട് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എ മൈനസ് സി ബിലോങ്സ് ടു പി എന്ന് എഴുതാം. അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ആവൂലേ? അപ്പോൾ ഹെൻസ് എ ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്താ പറയുന്നത്? എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ ഗ്രേറ്റർ ദാൻ ബി ആവണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെന്ന് പറയാം. എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി, അതായത് ഒന്നുമില്ല, എ പ്ലസ് സി മൈനസ് ബി പ്ലസ് എ പ്ലസ് സി ഇവിടെ ഉണ്ട്, മൈനസ് ബി മൈനസ് സി ആവും. പ്ലസ് സി മൈനസ് സി കൊടുത്തു എന്നുള്ളൂ, അത് രണ്ട് 0 ആയിപ്പോവും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് എ മൈനസ് ബി തന്നെയാണ്. എ മൈനസ് ബി ആണ്, ബിലോങ്സ് ടു പി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്താണ്? പിയിലുണ്ടെന്ന് പറയാം. ഓക്കെ, പക്ഷേ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാം? എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി എന്ന് പറയാലോ. മനസ്സിലായോ? അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണ് തന്നിക്കണത്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണെന്ന് പറയാം. ഇനി എ മൈനസ് ബിയിൽ നമ്മൾ നടുക്ക് ഒരു പ്ലസ് സി മൈനസ് സി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി, അത് പിയിലുണ്ടാവും, കാരണം അത് എ മൈനസ് ബി ആണല്ലോ. അപ്പോൾ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതായി. ഇനി അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യണത് സി പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞു എ ഗ്രേറ്റർ ദാൻ ബി ഉണ്ട്, സി ഗ്രേറ്റർ ദാൻ 0 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഡെഫിനേഷൻ അനുസരിച്ച്, ഇനീക്വാലിറ്റി ഡെഫിനേഷൻ അനുസരിച്ച് എ മൈനസ് ബി ബിലോങ്സ് ടു പി എന്ന് എഴുതാം. സി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. സി ബിലോങ്സ് ടു പി, കാരണം റിയൽ നമ്പർ ആണെന്ന് ഇവിടെ തിയറത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സി എ മൈനസ് സി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ സിൻ്റെയും എ മൈനസ് ബിൻ്റെയും പ്രൊഡക്റ്റ് ആണ് സി എ മൈനസ് സി ബി. സിയും എ മൈനസ് ബിയും പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് അവയുടെ പ്രൊഡക്റ്റ് ആയ സി ഇൻറ്റു എ മൈനസ് ബിയും പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ടാവും. അപ്പം സി എ മൈനസ് സി ബി പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എ ഗ്രേറ്റർ ദാൻ സി ബി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം സി പാർട്ടിൻ്റെ ആദ്യത്തെ പ്രൂവായി. ഇനി അടുത്ത എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി തന്നെയാണ്, പക്ഷേ സി ലെസ് ദാൻ 0 ആണ്. സി ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? മൈനസ് സി പോസിറ്റീവ് ആയിക്കാരം. സി നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മൈനസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ മൈനസ് സി ബിലോങ്സ് ടു പി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സി ബി മൈനസ് സി എ ആയിക്കാരം പോസിറ്റീവ് ആവുക. കാരണം എന്താണ്? ഇവിടെ മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് വരുമ്പം എന്താണ്? ഇവിടെ നോക്കുക, മൈനസ് സി കൊടുക്കുക ഇവിടെ. അപ്പം മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി വരുമ്പം സി ബി മൈനസ് സി എക്കാരം, അതേക്കാരം പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സി എ ലെസ് ദാൻ സി ബി എന്ന് കിട്ടും. വെൻ സി ലെസ് ദാൻ 0. അപ്പോൾ അത് പ്രൂവായി. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ തിയറം 2.1.7, അതായത് റൂൾസ് ഓഫ് ഇനീക്വാളിറ്റീസ് ബേസിക് ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നോക്കാം. അടുത്ത നമുക്ക് വീണ്ടും ഒരു തിയറാണ്. റിയൽ അനാലിസിസ് കുറച്ച് ബോറായി, കാരണം ഫുൾ തിയറം തന്നെയാണുള്ളത്. അപ്പം അടുത്ത തിയറം എന്താണ്? 2.1.8 തിയറം പറയുന്നത് ഓരോ നമുക്ക് ഓർഡർ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നോക്കാം. നോഷൻ ഓഫ് നേച്ചർ, നമ്മൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോൾ അവയിൽ പെട്ടതാണല്ലോ നമ്മൾ നാച്ചുറൽ നമ്പറും. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിയറത്തിൽ ഫസ്റ്റ് 3 പാർട്ടാണ്. എ പാർട്ട് എന്താ പറയുന്നത്? ഇഫ് എ ബിലോങ്സ് ടു ആർ, എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുക്കുക, എ നോൺ 0 ആവണം, ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0. 0 അല്ലാത്ത ഏതെടുക്കുക, അതായത് 0 അല്ല പക്ഷേ പോസിറ്റീവ് റിയൽ നമ്പറും വരും, നെഗറ്റീവ് റിയൽ നമ്പറും വരും. 0 അല്ലാത്ത എല്ലാ റിയൽ നമ്പറും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് സാറ്റിസ്ഫൈഡ് ആവും. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0, അതായത് നോൺ 0 റിയൽ നമ്പറിൻ്റെ ഒക്കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവും.
ഓക്കെ, ഇനി അടുത്ത പറയുന്നത് 1 ഗ്രേറ്റർ ദാൻ 0. നമുക്ക് അറിയുന്ന ബേസിക് റിസൾട്ടാണ്. നമുക്ക് ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ച് പ്രൂവ് ചെയ്യണം. എങ്ങനെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത സി എന്ന് പറഞ്ഞാൽ ഇഫ് n ബിലോങ്സ് ടു n, ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ അതും പോസിറ്റീവാണ്. അതും നമുക്ക് പ്രൂവ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അപ്പോൾ എ പാർട്ട് ഓരോന്ന് നോക്കാം. എ പാർട്ട് പ്രൂവ് ചെയ്യണം എങ്ങനെ വെച്ചാൽ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച്, കാരണം ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്താണ്? എ എന്നുള്ളൊരു റിയൽ നമ്പർ എടുത്താൽ, ഇവിടെ എ എന്നുള്ളൊരു റിയൽ നമ്പറാണ് നമുക്ക് എ പാർട്ടിൽ തന്നിട്ടുള്ളത്. അതെടുത്തു കഴിഞ്ഞാൽ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ എ ബിലോങ്സ് ടു പി, അല്ലെങ്കിൽ -a ബിലോങ്സ് ടു പി, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ തിയറത്തിൽ എ ബിലോങ്സ് ടു ആറും ആണ്, എ നോട്ട് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. അത് നോട്ട് ചെയ്യണം കേട്ടോ. എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടീസിലെ 3 കണ്ടീഷൻസിൽ ഒന്ന് ഒഴിവായി കിട്ടി. എ ഈക്വൽ ടു 0 എന്നുള്ളത് ഒഴിവായി കിട്ടി. അപ്പോൾ നമുക്ക് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഈ 2 കേസാണ് ഉള്ളത്. ഏതൊക്കെ? എ ബിലോങ്സ് ടു പി ആണ്, അല്ലെങ്കിൽ -a ബിലോങ്സ് ടു പി. എ ഒന്നെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പറാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ നമ്പറാണ്. അപ്പം നമുക്ക് ഓരോ കേസ് കൊടുത്ത് നോക്കാം. ആദ്യം നമ്മൾ എ ബിലോങ്സ് ടു പി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ. എ സ്ക്വയറിന് നമുക്ക് എ ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതിൽ എയും പോസിറ്റീവാണ്, എയും പോസിറ്റീവ്, രണ്ടും സെയിം തന്നെയാണ്. ആ രണ്ടും പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ട്. അപ്പോൾ 2 പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ്? അതും പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഈ കേസ് വന്നാൽ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഓക്കെ, ഇനി -a ബിലോങ്സ് ടു പി ആണെങ്കിലോ എ സ്ക്വയറിന് നമുക്ക് -a ഇൻറ്റു -a എന്ന് എഴുതിക്കൂടെ? രണ്ടും -aയും -a രണ്ട് സെയിം തന്നെയാണ്. അത് പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് -a ഇൻറ്റു -a ഈക്വൽ ടു എ സ്ക്വയറും പോസിറ്റീവ് റിയൽ നമ്പറിലുണ്ടാവും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അൾട്ടിമേറ്റ് ആയിട്ട് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ 2 കേസാണുള്ളത്. എ ബിലോങ്സ് ടു പിയും അല്ലെങ്കിൽ -a ബിലോങ്സ് ടു പി. ആ 2 കേസിലും എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ തിയറത്തിൻ്റെ എ പാർട്ട് പ്രൂവ് ആയി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 1 ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നോക്കിയേ, 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അതൊരു സ്ക്വയർ ആണ് അല്ലേ? 1 ഈക്വൽ ടു 1 സ്ക്വയർ അല്ലേ? അപ്പം നമ്മൾ തിയറത്തിൻ്റെ എ പാർട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതൊരു സ്ക്വയർ ആയതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ബി പാർട്ട് സോൾവ് ആയി. ഇനി സി പാർട്ട്, ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ 0 ആവും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൂവിങ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ഒരു തിയറം മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ വെച്ച് പ്രൂവ് ചെയ്തിരുന്നു. അതൊരു കോമൺ മെത്തേഡാണ് മാത്സിൽ പ്രൂവ് ചെയ്യാനുള്ളത്. അതുപോലെ ഒരു കോമൺ മെത്തേഡാണ് മാത്സിൽ പ്രൂവ് ചെയ്യാനുള്ള തിയറംസ് പ്രൂവ് ചെയ്യാനുള്ളത് മെത്തേഡാണ് PMI, അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ അത് പഠിച്ച കാര്യമാവും. അപ്പോൾ അതിന് നമ്മൾ n ഈക്വൽ ടു 1 എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് പ്രൂവ് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് P(n) ഉണ്ടാവണം നമുക്ക്. P(n) എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് n ഈക്വൽ ടു 1ന് ട്രൂ ആണ്. ഇനി നമ്മൾ n ഈക്വൽ ടു kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ഈക്വൽ ടു k+1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറിനും അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ കേസ് ആയതുകൊണ്ട് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുത്താൽ എന്താണ്? 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. 1 ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ ബി പാർട്ടിൽ പ്രൂവ് ചെയ്തല്ലോ. അപ്പം n ഈക്വൽ ടു 1ന് അത് ട്രൂ ആണ്. ഇനി n ഈക്വൽ ടു kക്ക് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് ട്രൂ ഫോർ n ഈക്വൽ ടു k എന്നുള്ളൊരു നാച്ചുറൽ നമ്പർ എടുത്താൽ k ബിലോങ്സ് ടു p എന്ന് നമുക്ക് പറയാം. ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ k അല്ലേ, k ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. k ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ k ബിലോങ്സ് ടു p എന്ന് പറയാം. ഇനി നമ്മൾ n ഈക്വൽ ടു k+1ന് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു k+1 അല്ലേ, k ബിലോങ്സ് ടു p ആണ് നമ്മളിവിടെ അസംഷനിൽ ഹൈപ്പോത്തസിസിൽ പറഞ്ഞു, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ. പക്ഷെ 1 ബിലോങ്സ് ടു p ആണ് നമുക്ക് ഓൾറെഡി കിട്ടി ഫസ്റ്റിൽ. അപ്പം k ബിലോങ്സ് ടു p ആണ്, 1 ബിലോങ്സ് ടു p ആണ്. അപ്പോൾ അവയുടെ സം ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് k+1ഉം പിയിലുണ്ടാവും. ഓർഡർ പ്രോപ്പർട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സം ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് k+1ഉം ട്രൂ ആണ് കിട്ടി. അങ്ങനെയാണ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് മനസ്സിലായി PMI അനുസരിച്ച്. അപ്പം n എന്നുള്ളൊരു നാച്ചുറൽ നമ്പർ എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മളിപ്പം 2 തിയറംസ് ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ച് പ്രൂവ് ചെയ്തു. ഒന്ന് റൂൾസ് ഓഫ് ഇനീക്വാളിറ്റിൻ്റെ തിയറവും, പിന്നെ ഒന്ന് എന്താണ് ബേസിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ്, സ്ക്വയർ ഓഫ് എ നോൺ സീറോ റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0, എവറി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0, 1 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു ബേസിക് തിയറം. ഓക്കെ, ഇനി നമുക്കൊരു നോട്ട് നോക്കാം. ഒരു നോട്ട് എന്താണ്, എന്താ പറയണേ? നോ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ ക്യാൻ എക്സിസ്റ്റ്. അതായത് ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ എന്നുള്ളൊരു റിയൽ നമ്പർ ഇല്ല.
ഏറ്റവും ചെറിയൊരു റിയൽ നമ്പർ ഇല്ല. കാരണം എന്താ, എ ഗ്രേറ്റർ ദാൻ 0, എ എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ എടുക്കാം. ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും, എ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും, റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം 1/2 എന്താണ്, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. സപ്പോസ് ചെയ്തിട്ട് 1/2 ഗ്രേറ്റർ ദാൻ 0 നമുക്കറിയാം. 1/2 ഗ്രേറ്റർ ദാൻ 0 അല്ലേ, പോസിറ്റീവ് അല്ലേ, അറിയാം. ഓക്കെ, പക്ഷെ നമുക്ക് നോക്കിയേ, ഒരു എ എന്നുള്ളൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു, 1/2 ഗ്രേറ്റർ ദാൻ 0 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായി, 1/2 ഇൻറ്റു എ, ഹാഫ് എ, അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് പ്രൊഡക്റ്റ് ഓഫ് 2 പോസിറ്റീവ് റിയൽ നമ്പറും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് 1/2 എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം, അല്ലെങ്കിൽ 0 ലെസ് ദാൻ 1/2 എ എന്ന് പറയാം. ഇനി ഹാഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ പകുതി, അത് എനേക്കാളും ചെറുതല്ലേ. അപ്പോൾ 1/2 എ ലെസ് ദാൻ എ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ലെസ് ദാൻ 1/2 എ ലെസ് ദാൻ എ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും, പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 1/2 പാർട്ട്, അതായത് ഹാഫ് എന്നുള്ളൊരു സംഖ്യ നമുക്ക് പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ട് കിട്ടി. അപ്പോൾ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഹാഫും പോസിറ്റീവ് റിയൽ നമ്പറാണ്, അതിനേക്കാൾ ചെറുതുമാണ്. അപ്പോൾ നമുക്ക് പറയാം എന്ത്, നോ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ ക്യാൻ എക്സിസ്റ്റ് എന്ന് പറയാം. ഇനി നമുക്കൊരു തിയറം 2.1.9 ഒരു തിയറം എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് എ ബിലോങ്സ് ടു ആർ, എ ബിലോങ്സ് ടു ആർ, ഒരു റിയൽ നമ്പർ എടുക്കുക എ എന്നുള്ളത്. അത് എങ്ങനെയാ വെച്ചാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഒരു എപ്സിലോൺ പറഞ്ഞാൽ ചെറിയൊരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. ചെറുതാണ്, ഏറ്റവും സ്മോളസ്റ്റ് ആവണമെന്നില്ല, 0 അടുത്ത് എന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറില്ല. ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കാം ഫോർ എവറി, അത് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറിനും, എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്കും നമുക്ക് ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു എ ബിലോങ്സ് ടു ആർ ഉണ്ടെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അതാണ് തിയറം പറയുന്നത്. അതായത് നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഇപ്പം തൊട്ട് മുന്നേ ഇപ്പോൾ പറഞ്ഞ് നോ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ ക്യാൻ എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറിനും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞ് ഒരു എ എന്നുള്ള റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഒരു റിയൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എന്നാണ് പറയുക ശരിക്ക്. പക്ഷേ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ എക്സിസ്റ്റ് ചെയ്യണില്ല, അതുകൊണ്ട് എ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാ വെച്ചാൽ, സപ്പോസ് ഇവിടെ തിയർ എന്താ പറയുന്നത്, അതിന് നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ തന്നെയാണ് ഇവിടെയും പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ, അതായത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ് എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തിയറത്തിൽ തന്നിരിക്കുന്നത് എ ബിലോങ്സ് ടു ആർ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് കണ്ടീഷൻ, ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു 0 ആണെന്നാണ് നമ്മൾ ഈ തിയറം പറയുന്നത്. അപ്പോൾ എ 0 അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാതെ മതി കോൺട്രഡിക്ഷൻ മെത്തേഡ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ സപ്പോസ് ടു ദ കോൺട്രറി ദാറ്റ്, നമ്മൾ സപ്പോസ് ചെയ്യാണ് എന്ത്, എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് സപ്പോസ് ചെയ്തു. എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് സപ്പോസ് ചെയ്തു. ഇനി നമ്മൾ എപ്സിലോൺ നോട്ട് ഒരു എപ്സിലോൺ ചൂസ് ചെയ്യാണ് 1/2 എ, ഇവിടെ തന്ന മാതിരി ഈ നോട്ടിൽ തന്ന മാതിരി ഹാഫ് എ ചൂസ് ചെയ്യുക. അതും എന്തായിരിക്കും, ഹാഫ് എ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, 0 ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ലെസ് ദാൻ എ എന്ന് എഴുതാലോ. ഇത് ട്രൂ അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്, എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മളെ ഇനീക്വാളിറ്റി ഇവിടെ പറയുന്നത്, തിയറത്തിൽ പറയുന്നത്. പക്ഷേ ട്രൂ ഇവിടെ തെറ്റല്ലേ? കാരണം എന്താണ്, എപ്സിലോൺ നോട്ട് 1/2 എന്ന് എടുത്താൽ അത് പോസിറ്റീവാണ്. ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ് ഈ എപ്സിലോൺ നോട്ട്. അപ്പോൾ ആ ഒരു എപ്സിലോൺ എടുക്കുമ്പോൾ നമുക്ക് എപ്സിലോൺ നോട്ട് ലെസ് ദാൻ എ എന്നാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എ ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്ക് വേണ്ടത്. അപ്പം കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു 0 എന്ന് പറയാം. മനസ്സിലായോ? കോൺട്രഡിക്ഷൻ മെത്തേഡാണ്, സിമ്പിളാണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എ എസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോണിന് എ ഈക്വൽ ടു 0 ആണ് നമ്മൾ പ്രൂഫ് തിയറം പറയുന്നത്. പ്രൂവ് ചെയ്യാൻ നമ്മൾ എ ഈക്വൽ ടു 0 അല്ല സപ്പോസ് ചെയ്യുക, എ ഗ്രേറ്റർ ദാൻ 0 ആണ് സപ്പോസ് ചെയ്യുക. അതിൽ എപ്സിലോൺ നോട്ട് ചൂസ് ചെയ്യുക 1/2 എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്സിലോൺ നോട്ട് ലെസ് ദാൻ എ എന്ന് കിട്ടും നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ തിയറത്തിൽ പറയുന്ന എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് അത് സാറ്റിസ്ഫൈ ചെയ്യണില്ല.
അപ്പോൾ ഒരു കോൺട്രഡിക്ഷനായി. അപ്പോൾ എ ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്കൊരു തിയറാണ് പഠിക്കാനുള്ളത്. തിയറം 2.1.10. ഇത് സ്കൂളുകളിലൊക്കെ പഠിച്ച് ബേസിക് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. തിയറം പറയുന്നത് എങ്ങനെയാണ്: ഇഫ് എ ബി ഗ്രേറ്റർ ദാൻ 0 ദെൻ എയ്തർ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഓർ എ ലെസ് ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. അതായത് എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പർ ഉണ്ട് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് രണ്ട് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഒന്നെങ്കിൽ രണ്ട് റിയൽ നമ്പർ എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിലോ എയും ബി രണ്ടും നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ട് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ രണ്ടും എയും ബിയും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എയും ബിയും നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമാണ്. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തിയറത്തിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ ബി ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. പ്രൊഡക്റ്റ് എ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പം പ്രൊഡക്റ്റ് ഓഫ് റിയൽ നമ്പർ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കൺസിഡർ ചെയ്യാം. എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ കഴിയും. കാരണം എന്താ, എയോ ബിയോ രണ്ട് റിയൽ നമ്പർ, അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ എ ബി ആണ് എടുത്തിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്ന് എയോ ബിയോ 0 ആയിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എ ബിയും 0 ആയി മാറും. പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് തന്നിട്ടുള്ളത്, 0 അല്ല. അതുകൊണ്ട് നമുക്ക് എയും ബിയും രണ്ടും 0 അല്ല എന്ന് പറയാം. ഓക്കെ, 0നോട് ഈക്വൽ ആവില്ല. അപ്പം ഇനി എക്കുള്ള കേസുകൾ എന്താണ്? എ ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് എ ഗ്രേറ്റർ ദാൻ 0, എ ഈക്വൽ ടു 0, എ ലെസ് ദാൻ 0 എന്നുള്ള 3 കേസാണുള്ളത്. അതിൽ എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഉള്ളതുകൊണ്ട് എ ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമുക്ക് ഒഴിവാക്കാം. അപ്പം എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവും. ഇനി എ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം എന്താവും? 1/a ഗ്രേറ്റർ ദാൻ 0. ഒരു പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ബി ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു എ ബി. 1/a ഇൻറ്റു എ ബിനെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് വരും. അപ്പോൾ 1/a ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇൻറ്റു ബി വരുമ്പോൾ 1 ഇൻറ്റു ബി ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു എ ബി നമുക്ക് എഴുതാം. ഇനി അതിൽ 1/a പോസിറ്റീവാണ് എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. എ ബിയും പോസിറ്റീവാണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് തന്നെ ആവും. അത് ഏത് തിയറാ? നമ്മുടെ ഓർഡർ പ്രോപ്പർട്ടീസിൽ പറയുന്നുണ്ട് 1/a, രണ്ട് പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് 1/aയും എ ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റായ 1/a ഇൻറ്റു എ ബി ഈക്വൽ ടു ബിയും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എ ലെസ് ദാൻ 0 എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. എ ലെസ് ദാൻ 0 ആകുമ്പോൾ 1/a ലെസ് ദാൻ 0 ആവും. അതിൻ്റെ റെസിപ്രോക്കൽ ലെസ് ദാൻ 0 ആവും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു എ ബി എന്നാണ്. അപ്പോൾ അത് ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം എന്താ അറിയോ? 1/a ലെസ് ദാൻ 0 ആകുമ്പോൾ -1/a ഗ്രേറ്റർ ദാൻ 0 ആവും. അപ്പോൾ -1/a ഇൻറ്റു എ ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിനെ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സൈൻ ചേഞ്ച് ചെയ്യും. അത് നമ്മളെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനീക്വാളിറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ബി ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0 ആകുമ്പോൾ ബി ലെസ് ദാൻ 0. തിയറം പ്രൂവ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറി ആയിട്ട് തന്നിട്ടുണ്ട്. 2.1.1 ഒരു കൊറോളറിയാണ്. ഇഫ് എ ബി ലെസ് ദാൻ 0. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എ ബി ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസാണ് നമ്മൾ ഈ തിയറത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൊറോളറിയിൽ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എയും ബിയും ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ്. അപ്പം രണ്ട് സംഖ്യയുടെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ നെഗറ്റീവ് ആണെങ്കിൽ ബി പോസിറ്റീവ്, അതായത് എ ലെസ് ദാൻ 0 ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആണെങ്കിൽ ബി നെഗറ്റീവ്, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി ലെസ് ദാൻ 0. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഓർഡർ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതുപോലെ ആ ഓർഡർ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുന്ന ഇനീക്വാളിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇനീക്വാളിറ്റീസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള തിയറംസ് ഒക്കെ നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ച് പ്രൂവ് ചെയ്തു. ഇനി ആ തിയറംസ്, അതായത് ഇനീക്വാളിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസും ഓർഡർ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. റിയൽ നമ്പേഴ്സ് കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 2.1.12.
അതിൽ എ പാർട്ട് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമൈൻ ദ സെറ്റ് എ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് 2x + 3 ≤ 6. 2x + 3 ≤ 6 എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റാണ് എ. അത്തരത്തിലുള്ള എ എന്നുള്ള സെറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വി ഹാവ് ടു ഫൈൻഡ് എക്സ് ബിലോങ്സ് ടു എ. എയിലുള്ള എക്സ് എന്നുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആർബിട്രറി ആയിട്ട് ജനറലായിട്ട് ഒരു എക്സ് എടുക്കുക. എക്സ് ബിലോങ്സ് ടു എ എന്നെടുത്തു. അപ്പോൾ എക്സ് എയിൽ ഉണ്ടാവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇനീക്വാളിറ്റി 2x + 3 ≤ 6 അല്ലേ? അപ്പോൾ 2x + 3 ≤ 6 എന്നുള്ള ഇനീക്വാളിറ്റിയിൽ രണ്ട് സൈഡിലും -3 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2x + 3 - 3 ≤ 6 - 3 എന്ന് കിട്ടും. അപ്പോൾ 2x ≤ 3 എന്നാവും അത്. ഓക്കെ, 2x ≤ 3 എന്നായി. ഇനി കിട്ടിയ ഇനീക്വാളിറ്റിയിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് സൈഡിലും. അപ്പം x ≤ 3/2 എന്ന് കിട്ടും. അപ്പം എക്സ് ബിലോങ്സ് ടു എ, എക്സ് എയിൽ ഉണ്ടാവണമെങ്കിൽ x ≤ 3/2 ആവണം. അപ്പോൾ നമുക്ക് എ കിട്ടിയ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് x ≤ 3/2 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ബി. എന്താണ് ക്വസ്റ്റ്യൻ? ഡിറ്റർമൈൻ ദ സെറ്റ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് x² + x > 2. സോ ബി എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതെന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. എല്ലാ റിയൽ നമ്പറിൻ്റെയും സെറ്റാണ്. സച്ച് ദാറ്റ് x² + x > 2. അപ്പം x² + x > 2 എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ആണ് എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റാണ് ബി എന്നുള്ള സെറ്റ്. നമുക്ക് ബി എന്നുള്ള സെറ്റ് കണ്ടുപിടിക്കണം. അപ്പം എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം ബിയിലുള്ള. വി ഹാവ് ടു ഫൈൻഡ് ദ എലമെൻറ്റ്സ് ഓഫ് ബി. എക്സ് ബിലോങ്സ് ടു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബിയിലുള്ള എക്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സ് എന്നുള്ളൊരു എലമെൻറ്റ് ബിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. x² + x > 2 എന്നുള്ളത്. ആ ഇനീക്വാളിറ്റിൻ്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? -2 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? x² + x -2 എന്ന് കിട്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലോ 2 - 2 ആണ്, അത് 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ എക്സ് ബിലോങ്സ് ടു ബി ആവണമെന്നുണ്ടെങ്കിൽ x² + x -2 > 0 ആവണം. ഇനി x² + x -2 എന്നുള്ളതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. x - 1 × x + 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ x - 1 × x + 2 > 0 എന്നായി. ഈ x - 1ഉം x + 2ഉം എക്സ് റിയൽ നമ്പർ ആയതുകൊണ്ട് ഇത് രണ്ടും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റ് > 0 ആണെന്ന് കിട്ടി. ഓക്കെ, പക്ഷേ നമ്മൾ തൊട്ട് മുന്നത്തെ തിയറത്തിൽ എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പർ ഉണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റ് എ ബി > 0 ആണെന്നുള്ള കേസാണ് നമ്മൾ പഠിച്ച തിയറത്തിൽ. അപ്പോൾ എ ബി എന്നുള്ള പ്രൊഡക്റ്റ് > 0 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് റിയൽ നമ്പർ എയും ബിയും പോസിറ്റീവ് ആവണം, > 0 ആവണം, അല്ലെങ്കിൽ എയും ബിയും നെഗറ്റീവ് ആവണം എന്നാണ് പഠിച്ചത്. അപ്പോൾ ആ കേസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, ആ തിയർ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ x - 1 ആൻഡ് x + 2 > 0 എന്നാണ്. x - 1 x + 2 > 0 ആവണം. അതാണ് ഫസ്റ്റ് കേസ്. x - 1 > 0 എന്ന് പറയുമ്പോൾ x > 1 ആണ്. x + 2 > 0 എന്ന് പറയുമ്പോൾ x > -2 ആണ്. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? രണ്ടും നെഗറ്റീവ് ആവണം. x - 1 <0 എന്ന് പറയുമ്പോൾ x <1 ആണ്. x + 2 <0 പറയുമ്പോൾ x <-2 ആണ്. ഓക്കെ, ഇനി ഇവിടെ ആൻഡ് ആണ് ഈ കേസിൽ. കണ്ടോ? x > 1 ആൻഡ് x > -2 ഇൻ്റർസെക്ഷൻ അപ്ലൈ ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് 1നേക്കാൾ വലുതുമാണ്, -2നേക്കാളും വലുതുമാണ്. അപ്പോൾ -2നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ -2 മുതലുള്ള എല്ലാ നമ്പേഴ്സും വരും. -2 ആഡ് ചെയ്യില്ല, അതിന് വലുതല്ല എല്ലാ നമ്പേഴ്സും. 1നേക്കാൾ വലുതാണ് 1നേക്കാൾ വലുതല്ല എല്ലാ നമ്പേഴ്സും. കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും x > 1 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി x <1 ആണ്, x <-2 ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വരിക x <-2 ആണ്. റിയൽ ലൈനിൽ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി x > 1 ആണ്, അല്ലെങ്കിൽ x <-2 ആണെന്ന് കിട്ടി. അപ്പോൾ x ബിലോങ്സ് ടു ബി ആവണമെന്നുണ്ടെങ്കിൽ, ബിയിലൊരു എലമെൻറ്റ് x ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ x 1നേക്കാൾ വലുതാവണം, അല്ലെങ്കിൽ -2നേക്കാൾ ചെറുതാവണം. അപ്പോൾ അതൊരു ഓറാണ്. ഇവിടെ കണ്ടോ? ഓർ എന്നാണ് സിമ്പിൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം, യൂണിയൻ ആണെന്ന് പറയാം. ഓക്കെ,
ഓർ എന്ന് വെച്ചാൽ യൂണിയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സെറ്റിൻ്റെയും എക്സ് ലെസ് ദാൻ -2 എന്നുള്ള സെറ്റിൻ്റെ യൂണിയനാണ് സെറ്റ് ബി. അപ്പോൾ നമുക്ക് ബീനെ എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1 യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ -2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 2.1.13. അതിൽ എ പാർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് പറയുന്നത്? ലെറ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എ ബി എന്നുള്ള 2 റിയൽ നമ്പേഴ്സ് ഉണ്ട്, അത് നോൺ നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പറോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് പറയാം എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി. അപ്പോൾ എയും ബിയും നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനീക്വാളിറ്റീസ് ഒക്കെ ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, എ ലെസ് ദാൻ എ ബി എന്നുള്ള 2 നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ട്, 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ആയിരിക്കും. തിരിച്ചും പറയാം, ഡബിൾ ഇംപ്ലിക്കേഷൻ ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യണം എങ്ങനെ വെച്ചാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 മാത്രമേ ഉള്ളൂ. എ ഈക്വൽ ടു 0യും ബി ഈക്വൽ ടു 0യും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനീക്വാളിറ്റിയിൽ ഓർ ഈക്വൽ ടു എന്ന് വരും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വരും, എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരും, റൂട്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ബി എന്ന് വരും. ഓക്കെ, കാരണം 0യും ആയി പോകും എല്ലാം. അപ്പോൾ അത് ആ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അത് പ്രൂഫ് ഒബ്വിയസ് ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസിക് ഓർഡർ പ്രോപ്പർട്ടി വെച്ച് പറയാലോ, എന്ത് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 പറയാൻ പറ്റുമല്ലേ? കാരണം എന്താണ്, എയും ബിയും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ സെറ്റിലുണ്ട്. അപ്പം 2 പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ സമ്മും പോസിറ്റീവ് റിയൽ നമ്പർ ആണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇനി ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ഡബിൾ ഇംപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇവിടുന്ന് എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എ ലെസ് ദാൻ ബി എന്ന് കൺസിഡർ ചെയ്യാം. എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം ആ കേസ് വെച്ചിട്ട്. ഓക്കെ, അതിന് നമുക്ക് എന്താണ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, പക്ഷേ ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്? അതെങ്ങനെ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു എന്ത് ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞു എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി പ്ലസ് എ എങ്ങനെ എഴുതാം? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതിക്കൂടെ? എങ്ങനെ? ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ. അപ്പം ബി പ്ലസ് എ എന്നുള്ള നമ്പറിൻ്റെയും ബി മൈനസ് എ എന്നുള്ള നമ്പറിൻ്റെയും പ്രൊഡക്റ്റാണ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ? പക്ഷെ നോക്കിയേ, ഈ ബി പ്ലസ് എയും ബി മൈനസ് എയും രണ്ടും പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ പ്രൊഡക്റ്റായ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറും പോസിറ്റീവ് ആവും. ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് പ്രൊഡക്റ്റ് ഓഫ് 2 പോസിറ്റീവ് റിയൽ നമ്പർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ലെസ് ദാൻ ബി ആകുമ്പോൾ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആകുമ്പം എ ലെസ് ദാൻ ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് എടുക്കുക. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ് ശരിക്ക്? ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ആണ്. ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ 2.1.10 എന്നുള്ള ഇത് അപ്ലൈ ചെയ്യുക. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0. 2 റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമ്മൾ തിയറം 2.1.10 എന്താ പറയുന്നത്?
എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പർ അതിൻ്റെ പ്രൊഡക്റ്റ് എ ബി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എയും ബിയും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ എയും ബിയും നെഗറ്റീവ് ആവണം. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേതും പോസിറ്റീവ് ആവണ്ടേ, രണ്ടിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പറഞ്ഞാൽ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ. ബി പ്ലസ് എ പോസിറ്റീവ് ആണ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ബി മൈനസ് എയും പോസിറ്റീവ് ആവണം 2.1 തീറ അനുസരിച്ച്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബിയും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇംപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യണം. എന്ത്? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബിയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ റൂട്ട് എൻ്റെയും റൂട്ട് ബിൻ്റെയും സ്ക്വയേഴ്സ് ആണല്ലോ എയും ബിയും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എയും ബിയും എടുത്തില്ലേ ഈ പ്രൂഫിൽ. ഇപ്പോൾ ഇവിടെ ഈ പ്രൂഫില്ലേ അതിൽ എയും ബിയും എടുത്തെടുത്ത് അടുത്ത സ്ഥാനത്ത് റൂട്ട് എയും റൂട്ട് ബി എടുക്കുക. അപ്പോൾ എ സ്ക്വയറിൻ്റെ ബി സ്ക്വയറിൻ്റെ പ്ലേസിൽ എയും ബിയും വരും. സെയിം പ്രൂഫ് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് അതും പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ലാസ്റ്റ് രണ്ട് ഇനീക്വാളിറ്റിയും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിലെ രണ്ട് ഇനീക്വാളിറ്റീസ് ആണ്. അതും അതിൻ്റെ പ്രൂഫും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്താണ്? അരിത്തമെറ്റിക് ജിയോമെട്രിക് മീൻ ഇനീക്വാളിറ്റി, AGM ഇനീക്വാളിറ്റി നമ്മൾ ഷോർട്ടായിട്ട് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനീക്വാളിറ്റിയാണ്. ദ അരിത്തമെറ്റിക് ജിയോമെട്രിക് മീൻ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ AGM ഇനീക്വാളിറ്റി എന്താ പറയുന്നത്? ദ AGM ഇനീക്വാളിറ്റി ഫോർ എ കോമ ബി, രണ്ട് റിയൽ നമ്പർ എയും ബിയും ഉണ്ട്. അതിൻ്റെ AGM ഇനീക്വാളിറ്റി എന്താണ്? റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് പറയുന്നത്. നമുക്കറിയാം എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജിയോമെട്രിക് മീൻ എങ്ങനെയാണ് കിട്ടുക? റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയാം. അരിത്തമെറ്റിക് മീനോ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് എ ബി ആണ് ജിയോമെട്രിക് മീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ. അപ്പോൾ രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും എടുത്താൽ റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി, അല്ലെങ്കിൽ ജിയോമെട്രിക് മീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ. അതാണ് AGM ഇനീക്വാളിറ്റി പറയുന്നത്. അതിൻ്റെ പ്രൂഫ് നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കൺസിഡർ ചെയ്യുക ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. കാരണം എന്താണ്? എയും ബിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റൂട്ട് ഓഫ് എ ബി എന്നുള്ളത് റൂട്ട് എ സ്ക്വയർ എ എന്നാവും. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ളതും എ ആവും, ഈക്വാലിറ്റി ആവും. അപ്പം എയും ബിയും രണ്ട് റിയൽ നമ്പർ എടുത്തു, അത് നെഗറ്റീവ് ആവാൻ പാടില്ല ഈ കേസിൽ കേട്ടോ. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അപ്പോൾ അതിന് ജിയോമെട്രിക് മീൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സീറോയെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സീറോയും നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഓക്കെ, ഇനി നമുക്ക് കേസ് ഉള്ളത് എ ഈക്വൽ ടു ബി എന്നുള്ള കേസും വരാം. എ ഈക്വൽ ടു ബി നമ്മൾ കൺസിഡർ ചെയ്യാത്തത് എന്താണ്? കാരണം എ ഈക്വൽ ടു ബി ആകുമ്പോൾ അത് ഈക്വാലിറ്റി ആയി മാറും. ഈ AGM ഇനീക്വാലിറ്റി ഈക്വാലിറ്റി ആയി മാറും. റൂട്ട് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്. അതേപോലെ എയും ബിയും 0 ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ആണ് ഈ കണ്ടീഷൻ, കാരണം റൂട്ട് എ ബി 0 ആവും, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബിയും 0 ആയി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് എടുക്കുന്നത് ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി എന്നും പറയും. ഓക്കെ, അല്ലെങ്കിൽ എയും ബിയും പോസിറ്റീവാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവാണെന്ന് പറയാം. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി എ നോട്ട് ഈക്വൽ ടു ബി ആയതുകൊണ്ട് റൂട്ട് എയും റൂട്ട് ബിയും ഈക്വൽ അല്ല എന്നും പറയാം. ഇനി നമുക്കറിയാം റൂട്ട് എയും റൂട്ട് ബിയും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതിൻ്റെ സബ്ട്രാക്ഷൻ, അതായത് അതിൻ്റെ ഡിഫറൻസ് എടുത്താലും അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവും ആവാം. ഓക്കെ, എന്തായാലും ഇതൊരു റിയൽ നമ്പർ ആവും എന്തായാലും, അത് ഉറപ്പല്ലേ. കാരണം റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ. അതിൻ്റെ ഡിഫറൻസ് ഒരു റിയൽ നമ്പർ ആവും. റിയൽ നമ്പറിൻ്റെ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒരു തിയറത്തിൽ പഠിച്ചിട്ടില്ല മുന്നേ. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ ഇഫ് എ ബിലോങ്സ് ടു ആർ ദെൻ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള തിയർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ കേസ് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം അല്ലേ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ റൂട്ട് എയുടെ സ്ക്വയർ പറഞ്ഞാൽ എ ആണ്, മൈനസ് 2ab എന്ന് പറയുമ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി നമുക്ക് റൂട്ട് എ ബി എന്ന് എഴുതാം. പിന്നെ പ്ലസ് റൂട്ട് ബിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ ബി ആണ്.
അപ്പോൾ നമുക്ക് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിനെ എ മൈനസ് 2 റൂട്ട് എ ബി പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൈനസ് 2 റൂട്ട് എ ബി എന്നുള്ളത് മൈനസ് 2 റൂട്ട് എ ബി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അതിന് ചെയ്യണമെന്ന് വെച്ചാൽ എ മൈനസ് 2 റൂട്ട് എ ബി പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഇനീക്വാളിറ്റിൻ്റെ രണ്ട് സൈഡിലും 2 റൂട്ട് എ ബി ആഡ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 2 റൂട്ട് എ ബി എന്ന് കിട്ടും. അപ്പം വീണ്ടും ചെയ്യേണ്ടത് രണ്ട് ഇനീക്വാളിറ്റിൻ്റെ സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ലെസ് ദാൻ മാത്രമേ കിട്ടുള്ളൂ, കാരണം എ ഗ്രേറ്റർ ദാനും ബി ഗ്രേറ്റർ ദാനും ആണ് എടുത്തത്. പക്ഷെ ഈക്വലിറ്റി കൊടുക്കാൻ കാരണം എയും ബിയും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീക്വാലിറ്റി എന്താ വരിക, റൂട്ട് എ ബി ലെസ് ദാൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് വരിക. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണമെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി എന്നുള്ള കേസ് എടുക്കണം, അതും പ്രൂവ് ചെയ്യണം കേട്ടോ. എ ഈക്വൽ ടു ബി ആകുമ്പം ഒബ്വിയസ് ആയിട്ട് നമുക്ക് റൂട്ട് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി നമുക്ക് പറയാം. അപ്പം അത് ഡബിൾ ഇംപ്ലിക്കേഷൻ ആവും, ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. റൂട്ട് എ ബി എടുത്തിട്ട് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എത്തിക്കുക, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എടുത്തിട്ട് റൂട്ട് എ ബി എത്തിക്കുക. എയും ബി ഈക്വൽ ആണെങ്കിൽ നമുക്ക് ബിക്ക് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വരും, അത് എ ആണ്. ഇനി ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്നല്ല ഹാഫ് ഇൻറ്റു എ പ്ലസ് എ 2a/2 അതും എ ആണ്. അപ്പോൾ എ ഈക്വൽ ടു എ നമുക്ക് പറയാം. അപ്പം നമുക്ക് AGM ഇനീക്വാലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി സെക്ഷൻ 2.1 ലാസ്റ്റ് ടോപ്പിക്കാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇനീക്വാലിറ്റിയാണ് എന്ത്, ബെർണോളീസ് ഇനീക്വാലിറ്റി. അരിത്തമെറ്റിക് ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിലറി ഇനീക്വാലിറ്റിയാണ് ബെർണോളീസ് ഇനീക്വാലിറ്റി. ബെർണോളീസ് ഇനീക്വാലിറ്റി പറയുന്നത് എന്താണ്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ച് ശ്രദ്ധിക്കണം, എക്സ് -1 വലുതാണ്. അപ്പോൾ എന്താണ്, 0യും വരും, പോസിറ്റീവ് റിയൽ നമ്പേഴ്സും വരും, പിന്നെ -1 വലിയ നെഗറ്റീവ് നമ്പേഴ്സും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ ദെൻ 1 + x ഹോൾ റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nx ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഏത് നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും സ്മോൾ n എടുത്തു കഴിഞ്ഞാലും 1 + x ഹോൾ റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nx ആണ്. അതാണ് ബെർണോളീസ് ഇനീക്വാലിറ്റി പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഈ ഇനീക്വാലിറ്റിനകത്ത് n എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് ഉള്ളത്. എല്ലാ നാച്ചുറൽ നമ്പറിനും സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് P of n ആയിട്ട് കൺസിഡർ ചെയ്തൂടെ. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് നമുക്ക് പറയാം ബെർണോളീസ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്, PMI. ദ പ്രൂഫ് ഈസ് ബൈ PMI, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതെന്തായിരുന്നു, ആദ്യം നമ്മൾ n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് n = k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ n = 1 എന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 + x ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1 + x തന്നെ. ഇനി 1 + nx എന്താവും, 1 + 1 × x 1 + x തന്നെ. അപ്പോൾ 1 + x = 1 + x, അതൊരു ഈക്വാലിറ്റി ആയി മാറും. അപ്പം n = 1 ആകുമ്പം ഈ ഇനീക്വാലിറ്റി ബെർണോളീസ് ഇനീക്വാലിറ്റി ഒരു ഈക്വാലിറ്റി ആയി മാറും, അത് ട്രൂ ആണ്, ഒബ്വിയസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ഇറ്റ് ഈസ് ട്രൂ ഫോർ n = k. n = kക്ക് k എന്നുള്ള നാച്ചുറൽ നമ്പറിന് ഈ ഇനീക്വാലിറ്റി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1 + x ഹോൾ റേസ് ടു k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx എന്ന് എഴുതി കൂടെ എഴുതാം, k എന്നുള്ള നാച്ചുറൽ നമ്പറിന്. ഓക്കെ, ഇനി നമ്മൾ n = k+1 എടുക്കുക, അതിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് n = k+1 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്താവും ഇനീക്വാലിറ്റിൻ്റെ, 1 + x ഹോൾ റേസ് ടു k+1 എന്നാവും. 1 + x ഹോൾ റേസ് ടു k+1 നമുക്ക് എന്ത് എഴുതാം, 1 + x ഹോൾ റേസ് ടു k × 1 + x എന്ന് എഴുതി കൂടെ. കാരണം എന്താണ്, a² പറഞ്ഞാൽ a × a, a³ പറഞ്ഞാൽ a² × a എന്നൊക്കെ എഴുതി കൂടെ. അതേപോലെ തന്നെ ഇവിടെ 1 + x ഹോൾ റേസ് ടു k+1 നമുക്ക് 1 + x ഹോൾ റേസ് ടു k × 1 + x എന്ന് എഴുതാം. ഇനി 1 + x പറഞ്ഞാൽ എന്താണ്, kക്ക് ട്രൂ ആയതുകൊണ്ട് 1 + x ഹോൾ റേസ് ടു k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx ആണ്. അപ്പോൾ ആ ഇനീക്വാലിറ്റി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 + x ഹോൾ റേസ് ടു k+1 = 1 + x ഹോൾ റേസ് ടു k × 1 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx × 1 + x എന്ന് കിട്ടും. ഇനി 1 + kx × 1 + x നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, 1 + k+1 × x + kx² എന്ന് കിട്ടും. ഇനി നമുക്കറിയാം kx² ഒരു പോസിറ്റീവ് നമ്പറാണ്. കാരണം എന്താണ്, k നാച്ചുറൽ നമ്പറാണ്, പോസിറ്റീവാണ്. x² പറഞ്ഞാൽ എന്താ, x റിയൽ നമ്പറാണ്.
എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണ്, നെഗറ്റീവ് ഉണ്ടെങ്കിലും എക്സ് സ്ക്വയർ ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ കെ എക്സ് സ്ക്വയറും പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 + k+1 × x പ്ലസ് കെ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + k+1 × x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് കിട്ടും? 1 + x ഹോൾ റൈസ്ഡ് k+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + k+1 × x എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ k+1 ഇനീക്വാലിറ്റി ആയില്ലേ, ബെർണോളിസ് ഇനീക്വാലിറ്റി. അപ്പോൾ n = k+1 ട്രൂ ആണെന്ന് പ്രൂവ് ആയി. അപ്പോൾ n = 1 ട്രൂ ആണ്, n = k നമ്മൾ അസ്യൂം ചെയ്തു ട്രൂ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ n = k+1 ട്രൂ ആണ്. അതുകൊണ്ട് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് പറയാം എന്ത്? എല്ലാ നാച്ചുറൽ നമ്പറിനും ഈ ബെർണോളിസ് ഇനീക്വാലിറ്റി ട്രൂ ആണ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.